പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENSന്റെ +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. ഓപ്ഷൻ മൊഡ്യൂൾ 33, അതായത് ഓപ്ഷൻ മൊഡ്യൂൾ 7 വരുന്ന ചാപ്റ്ററായ 31ാമത്തെ ചാപ്റ്ററായ യുണൈറ്റഡ് നേഷൻസ് പീസ് ആക്ടിവിറ്റീസ്, യുണൈറ്റഡ് നേഷന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിന്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60% പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ പുസ്തകത്തിന്റെ അവസാന ഭാഗമാണ് ഈ ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓപ്ഷണൽ മൊഡ്യൂൾ A 2 ചാപ്റ്ററും ഓപ്ഷണൽ മൊഡ്യൂൾ B 2 ചാപ്റ്ററും. അപ്പൊ A അവസാന ചാപ്റ്ററാണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി B 2 ചാപ്റ്ററാണ് എടുക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരുന്നില്ല. ഈ ഭാഗത്ത് നമുക്ക് കൂടുതൽ വരുന്നത് 2 മാർക്കും 4 മാർക്കും 5 മാർക്ക് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് ഞാൻ ബോർഡിൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതി അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ചെറിയൊരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ ഡെഡിക്കേറ്റഡ് ടു വേൾഡ് ആണ്. ഇപ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാന സംഘടന ഏത് എന്നുള്ളതാണ്. ഐക്യരാഷ്ട്ര സംഘടന. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഡിഫൈൻ മീഡിയേഷൻ. മീഡിയേഷനെ വിശദീകരിക്കാനാണ്. ഒരു രാജ്യമോ ഒരു സംഘടനയോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്ന പരിഹാരം നടത്തുന്നതിനാണ് മീഡിയേഷൻ. അതൊരു രാജ്യമാകാം, ഒരു സംഘടനയാകാം, ഒരു വ്യക്തിയാകും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ അതിനെ മീഡിയേഷൻ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടന ഒരു ഇടനിലക്കാരനെ പോലെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടുന്നു. ഉദാഹരണം 1950 കാശ്മീർ പ്രശ്നത്തിൽ ഐക്യരാഷ്ട്ര സംഘടന പ്രശ്ന പരിഹാരത്തിനായി ഇടനിലക്കാരനെ അയച്ചു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് യു മീൻ ബൈ സാങ്ഷൻ ആണ്. ഉപരോധം എന്നാൽ എന്തെന്നുള്ളതാണ്. അന്തർദേശീയ നിയമങ്ങൾ ലംഘിക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്ര സമിതിയുടെ ആഭിമുഖ്യത്തിലും അല്ലാതെയും അന്താരാഷ്ട്ര സമൂഹം ഏർപ്പെടുത്തുന്ന നയതന്ത്രപരവും സാമ്പത്തികവും വാണിജ്യപരവുമായ ഒരു ഉപരോധങ്ങളാണ് എന്ന് പറയുന്നത് സാങ്ഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻസ്, വാട്ട് മെത്തേഡ് ഈസ് യൂസ്ഡ് ബൈ UN ടു കീപ് പീസ് എമംഗ് നാഷൻസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന രാജ്യങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാക്കാൻ എടുക്കുന്ന പ്രശ്ന പരിഹാര രീതികൾ എന്തെല്ലാം? അതിന്റെ ആൻസർ, തർക്കങ്ങൾ സമാധാനപരമായ മാർഗത്തിലൂടെ ഒത്തുതീർപ്പാക്കാൻ UN ശ്രമിക്കുന്നുണ്ട്. സൈനികേതര മാർഗങ്ങളിലൂടെ രാജ്യങ്ങളെ സമാധാനത്തിന്റെ പാതയിൽ എത്തിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യം. പ്രശ്ന രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുക, ആയുധ വ്യാപാരം നിരോധിക്കുക, കയറ്റുമതിയും ഇറക്കുമതിയും തടയുക, ബാങ്ക് ഡെപ്പോസിറ്റുകൾ മരവിപ്പിക്കുക, ഇവയെല്ലാം സൈനികേതര മാർഗങ്ങളിൽ പെടുന്നുണ്ട്. അഞ്ചാമത്താണ്, when did UN military observer groups in India and Pakistan was established ആണ്. UNOGIP എന്ന സംഘടന എന്നാണ് നിലവിൽ വന്നത്? 1949 കാശ്മീർ പ്രശ്നത്തിന് ശേഷമാണ് UNOGIP എന്ന് പറയുന്ന, അതായത് യുണൈറ്റഡ് മിലിറ്ററി ഒബ്സർവ്ഡ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടന കാശ്മീർ പ്രശ്നത്തിന് ശേഷം 1949 വന്നത്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ആസ്പെക്ട് ഓഫ് UN ആക്ടിവിറ്റീസ് വിച്ച് ഹാവ് മെയ്ഡ് അവർ വേൾഡ് പീസ്ഫുൾ എന്നതാണ്. UN ലോക സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നതാണ്. അതിലൊന്ന് മീഡിയേഷൻ ആക്ടിവിറ്റീസ് ആണ്. തർക്ക രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു ഇടനിലക്കാരനായി UN പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. സമാധാനപരമായ മാർഗത്തിലൂടെ ഒത്തുതീർപ്പുണ്ടാക്കാൻ UN ശ്രമിക്കുന്നു. വഴങ്ങാത്ത ശക്തികളുടെ മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനുള്ള അധികാരം UN ഉണ്ട്.
1947 കാശ്മീർ തർക്കത്തെ തുടർന്നുള്ള ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ UN പങ്ക് വളരെ വലുതാണ്. 1960 ക്യൂബൻ മിസൈൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടത് UN ആണ്. 1947 ഡച്ചും ഇന്തോനേഷ്യയും തമ്മിൽ നടക്കുന്ന രക്തരൂഷിത യുദ്ധം ഒഴിവാക്കാനും UN സാധിച്ചു. ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ കാശ്മീർ എന്ന സംഘർഷത്തിന് അയവ് വരെ UN കഴിഞ്ഞിട്ട് ഇന്തോനേഷ്യ സ്വാതന്ത്ര്യം കൈവരിച്ചത് UN ഇടപെടലിലൂടെയാണ്. 1956 ഈജിപ്തിനെതിരെയായ ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈനികാക്രമണത്തെ തടയാനും അങ്ങനെ ഒരു വലിയ അന്താരാഷ്ട്ര സംഘർഷം ഒഴിവാക്കാനും കഴിഞ്ഞത് UN മികച്ച നേട്ടമാണ്. പിന്നെ വരുന്നതാണ് ബൈൻഡിംഗ് സാങ്ഷൻ. തർക്കങ്ങൾക്ക് സമാധാനപരമായ മാർഗത്തിലൂടെ ഒത്തുതീർപ്പാക്കാൻ UN ശ്രമിക്കുന്നുണ്ട്. സൈനികേതര മാർഗങ്ങളിലൂടെ രാജ്യങ്ങളെ സമാധാനത്തിന്റെ പാതയിൽ എത്തിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യം. പ്രശ്നരാജ്യവുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുക, ആയുധ വ്യാപാരം നിരോധിക്കുക, കയറ്റുമതിയും ഇറക്കുമതിയും തടയുക, ബാങ്ക് ഡെപ്പോസിറ്റുകൾ മരവിപ്പിക്കുക, ഇവയെല്ലാം സൈനികേതര മാർഗങ്ങളാണ്. അടുത്ത അതോറൈസേഷൻ ഫോർ മിലിറ്ററി സാങ്ഷൻ ആണ്. ലോക സമാധാനം എന്നത് UN പരമപരമായ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ആക്രമണ രാജ്യങ്ങളെ ശക്തമായി നിയന്ത്രിക്കാൻ UN പലപ്പോഴും കഴിയാതെ വന്നു. അടുത്ത ഡിസാർമെന്റ് ആക്ടിവിറ്റീസ് ആണ്. സമാധാനവും അന്താരാഷ്ട്ര സുരക്ഷിതത്വം പരിരക്ഷിക്കുക ഇന്ന് ഏറ്റവും അത്യന്താവശ്യമാണ് നിരായുധീകരണം. ഐക്യരാഷ്ട്രസഭയ്ക്ക് തുടക്കമിട്ടപ്പോൾ മുതൽ അതിന്റെ അംഗങ്ങൾക്കിടയിൽ സായുധ സേനയുടെ ശക്തി കുറക്കാനും എല്ലാ ആണവരായുധങ്ങൾ ഒഴിവാക്കാനും സൈനിക ചെലവ് മരവിപ്പിക്കാനും അത് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. 1963 UK, USSR എന്നീ രാജ്യങ്ങൾ ഒരു ഭാഗ്യ ആണവ പരീക്ഷണ നിരോധന കരാറിന് സമ്മതിച്ചു. സാൾട്ട് അഥവാ സ്ട്രാറ്റജിക് ലിമിറ്റേഷൻ ടോക്സ് എന്നറിയപ്പെടുന്ന ഈ ചർച്ചകൾ തുടരുകയും പുരോഗതി നേടുകയും ചെയ്തു. 1980കളിൽ താരയുദ്ധ പരിപാടി എന്നറിയപ്പെടുന്ന സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനീഷ്യേറ്റീവ് എന്ന പുതിയ ആയുധ സജ്ജീകരണ സമ്പ്രദായം ഉണ്ടാക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം ഇതിനൊരു തിരിച്ചടിയായി. ഇത് ആയുധ മത്സരത്തെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ ആയുധ പന്തയം അവസാനിപ്പിക്കാനും ആണവായുധങ്ങളുടെ വ്യാപനം തടയാനും ആണവോർജ്ജം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് തിരിച്ചുവിടാനുമുള്ള ഒരു കരാർ താമസിയാതെ ഉണ്ടായി. ഇതായിരുന്നു 1962 നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ഈ ലാസ്റ്റ് ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദി പീസ് കീപ്പിംഗ് ആക്ടിവിറ്റീസ് ഓഫ് UN ആണ്. UN അന്താരാഷ്ട്ര സമാധാന സംരക്ഷണത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? UN ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊന്ന് ലോക സമാധാനത്തിലുള്ള പ്രവർത്തനമാണ്. UN നിലവിൽ വന്നപ്പോൾ മുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാന പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം നൽകി. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് സമയത്താണ് UN സമാധാന സംരക്ഷണ പ്രവർത്തന തുടക്കം കുറിച്ചത്. അന്നു മുതൽ UN 60-ൽ പരം സമാധാന സംരക്ഷണ പ്രവർത്തനങ്ങൾ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നടത്തി. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള സമാധാന വർദ്ധത്തിനായി 1949 UNGIP എന്ന സംഘടന സ്ഥാപിച്ചു. കാശ്മീർ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. ഇപ്പോഴും ഈ സംഘടന ഈ കാര്യത്തിൽ പ്രവർത്തനക്ഷമമാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധശേഷം 1965 യൂണിയോം അതായത് യുണൈറ്റഡ് നാഷൻ ഇന്ത്യ ഒബ്സർവേഷൻ മിഷൻ സ്ഥാപിതമായി 1966 വരെ നിലനിന്നു എന്നുള്ളതാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എല്ലാ വിഷയത്തിന്റെ മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ SSLC +2 നൽകുന്നുണ്ട്. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ അതിന്റെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നൽകുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നു. കൂടാതെ നമ്മൾ വീട്ടിലിരുന്ന് മൊബൈലിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷന്റെ SSLC +2 നൽകുന്നതാണ്. ഷുവർ പാസ്സാണ്. പാസ്സായിട്ട് നമ്മൾ ഫീസ് അങ്ങോട്ട് തിരിച്ചു നൽകുക എന്നുള്ളത് ഗ്യാരണ്ടി നൽകുന്നത്. കാരണം അതിൽ 100% എക്സാമിന് നിങ്ങൾ മൊബൈലിന്റെ മുമ്പിൽ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ 100% പാസ്സാണെന്നുള്ള ഗ്യാരണ്ടി നിങ്ങൾക്ക് നൽകുകയാണ്. അതിലേക്ക് താല്പര്യമുള്ളവർ ഈ മാർച്ചിലേക്കും വരുന്ന ഒക്ടോബറിലേക്കും അഡ്മിഷൻ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ IGNOU ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.